ഹലോ ഓൾ അങ്ങനെ ഒരുപാട് കുട്ടികൾ ചോദിച്ച നമ്മുടെ രണ്ടാമത്തെ XIQന്റെ ഡേറ്റ് ഇത് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഡിസംബർ 28 ഞായറാഴ്ചയായിരിക്കും നമ്മുടെ XNY IIT Quest 10ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് എഴുതാം. അടുത്ത വർഷത്തെ ഞങ്ങളുടെ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചുകളിലേക്കുള്ള സ്കോളർഷിപ്പോട് കൂടിയിട്ടുള്ള അഡ്മിഷൻസും അതുപോലെ തന്നെ സെലക്ഷനും ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഡിസംബർ 28 അടുത്ത ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ഡിസംബർ വെക്കേഷൻ സമയത്തൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, ഞായറാഴ്ച പോയിട്ട് ഈ എക്സാം എഴുതാം. കഴിഞ്ഞ തവണ എഴുതിയ ആളുകൾക്കുള്ള സിമിലർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഓഫ്ലൈൻ എക്സാം ആണ്. 120 മിനിറ്റ് 2 മണിക്കൂറിൻ്റെ പരീക്ഷ ആയിരിക്കും. രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ഓഫ്ലൈൻ സെൻറ്ററുകളിൽ പോയി നിങ്ങൾ എക്സാം എഴുതണം. ഓൺലൈനായിട്ട് എഴുതാനുള്ള ഓപ്ഷൻ ഇല്ല. 9th 10th നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രി മാത്തമാറ്റിക്സും തന്നെയാണ് എക്സാമിൻ്റെ സിലബസ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് എക്സാം നടക്കുക. പെൻ ആൻഡ് പേപ്പർ OMR മോഡലല്ല. നിങ്ങളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിലാണ് എക്സാം എഴുതാൻ പോകേണ്ടി വരിക. എക്സാമിനേഷൻ്റെ ഫീ 200 rupees ആണ്. എല്ലാ കുട്ടികൾക്കും എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കുട്ടികൾക്കെയും എക്സാമിനേഷൻ ഫീ ആയിട്ട് 200 രൂപയാണ് നിങ്ങൾ അടക്കേണ്ടത്. അപ്പോൾ ഈ പാറ്റേൺ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ XIQ എഴുതിയ കുട്ടികൾക്ക് അറിയാം. സിമിലർ പാറ്റേൺ തന്നെയാണ് ഇത്തവണയും ഉള്ളത്. 20 ക്വസ്റ്റ്യൻസും 5 ന്യൂമറിക്കലും 20 MCQയും അടക്കം ഓരോ സബ്ജക്റ്റിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ടോട്ടൽ 75 ചോദ്യങ്ങളാണ് XIQന് ഉണ്ടായിരിക്കുക. ശരി ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് -1 ഉണ്ടാകും. ആൻഡ് ഓൾസോ ആൻസർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 0 മാർക്ക്. പാറ്റേണിൽ മാറ്റമൊന്നുമില്ല, സിലബസിൽ മാറ്റമൊന്നുമില്ല. പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള ഫിസിക്സിനായിരിക്കും നിങ്ങൾക്ക് ഫിസിക്സിലെ സിലബസ്. കെമിസ്ട്രിയും അതുപോലെ തന്നെ 9th and 10th കെമിസ്ട്രിയാണ്. മാത്തമാറ്റിക്സ് 9th and 10th ഏകദേശം എല്ലാ മാത്തമാറ്റിക്സ് ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് സിലബസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വന്നോളുന്നില്ല. കാരണം ആകെ ഒരു സബ്ജക്റ്റിൽ നിന്ന് 25 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പോൾ 1-2 ചാപ്റ്ററൊക്കെ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല. വേറെയും ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഇനി എക്സാം സെന്ററിലേക്ക് വരുമ്പോൾ ഒരു വലിയൊരു അപ്ഡേറ്റ് ഉണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നമ്പർ ഓഫ് എക്സാം സെന്ററുകൾ നമ്മൾ ഈ വർഷം ഈ XIQന് പ്ലാൻ ചെയ്യുകയാണ്. കേരളത്തിൽ 13 ജില്ലകളിലും ഇടുക്കി ഒഴികെ, ഇടുക്കിയിലാണ് കമ്പ്യൂട്ടർ സെന്ററുകൾ അധികം ഇല്ലാത്തത്. സോ 13 ജില്ലകളിലും എക്സാം സെന്ററുകൾ ഞങ്ങൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രിഫേർഡ് ഡിസ്ട്രിക്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. എക്സാമിൻ്റെ ഫൈനൽ സെന്റർ ലൊക്കേഷൻസ് ഒക്കെ രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അറിയിച്ചു തരുന്നതാണ്. എക്സാം രജിസ്ട്രേഷൻ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 20. അപ്പം ഏകദേശം ഒരു മാസവും കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്ത് ആ ഫീസ് അടച്ച് ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുക, XIQന് വേണ്ടി എല്ലാവരും പഠിച്ചു തുടങ്ങുക. അതിനുവേണ്ട ക്ലാസ്സുകൾ, നിരവധി ക്ലാസ്സുകൾ XNYൻ്റെ JEE ചാനലിൽ പ്ലേലിസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം ഇതിൻ്റെ ഈ ഒരു പ്രീവിയസ് ഇയറിൽ XIQന് വേണ്ടി നടത്തിയിട്ടുള്ള ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അതിൽ ഓരോ ക്ലാസ്സും നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടു തീർക്കുക. ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ പുതിയൊരു അനൗൺസ്മെന്റ് ഇതാണ്. നമുക്ക് XNYക്ക് ഒരു ക്ലാസ് 10 എന്ന് പറയുന്ന ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലായിരിക്കും നമുക്ക് ഈ ഒരു XIQന് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ലൈവ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഇനി XNYയുടെ ക്ലാസ് 10 യൂട്യൂബ് ചാനലിലായിരിക്കും. താഴെ ഇതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അത് ജോയിൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് റെഡി ആയിരിക്കുക. എല്ലാ ഡീറ്റെയിൽസും XNYൻ്റെ ക്ലാസ് 10 കുട്ടികൾക്ക് വേണ്ട അടുത്തൊരു 6 മാസം നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഈ ഒരു ചാനലിൽ ഞങ്ങൾ കവർ ചെയ്യും. എന്ന് മാത്രമല്ല SSLCക്ക് വേണ്ട ക്ലാസ്സുകൾ, MTSC MSATന് വേണ്ട ക്ലാസ്സുകൾ, നമ്മുടെ XIQന് വേണ്ട 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ സജീവമായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി സ്കോളർഷിപ്പുകളിലേക്ക് വരാണെങ്കിൽ ആദ്യമായിട്ട് മെൻഷൻ ചെയ്യാനുള്ളത് ക്യാഷ് അവാർഡുകൾ നമ്മുടെ ആദ്യത്തെ XIQന് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ XIQന് ക്യാഷ് പ്രൈസുകളൊന്നുമില്ല. സ്കോളർഷിപ്പുകൾ XIQന് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേക്കാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് പറയട്ടെ, നമ്മുടെ നടക്കാൻ പോകുന്ന RMO എക്സാം അതുപോലെ തന്നെ NSC JS എക്സാം ഒക്കെ ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് 100% സ്കോളർഷിപ്പ് കിട്ടും. ഇനി XIQ വഴി അതിൻ്റെ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിലേക്കുള്ള സ്കോളർഷിപ്പുകൾ ഞാൻ പറയാം. ആദ്യത്തെ 3 റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് കോഴ്സ് ഫീയുടെ 100% സ്കോളർഷിപ്പാണ് കിട്ടാൻ പോകുന്നത്. അടുത്ത 7 കുട്ടികൾക്ക് 50% സ്കോളർഷിപ്പ് കോഴ്സ് ഫീയിൽ കിട്ടും. 10 കുട്ടികൾക്ക് 25% സ്കോളർഷിപ്പും കിട്ടുന്നതാണ്. സോ ആദ്യത്തെ 20 റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് നല്ലൊരു എമൗണ്ട് ഓഫ് സ്കോളർഷിപ്പ് നമ്മുടെ ഓഫ്ലൈൻ ഇൻ്റഗ്രേറ്റഡ് ബാച്ചുകളിലേക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഓഫ്ലൈൻ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലുള്ളൂ. അതിൽ മോർ ദാൻ ഹാഫ്, നല്ലൊരു ശതമാനം സീറ്റുകൾ ഓൾറെഡി ഫുള്ളായി. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് വേണ്ടി നടത്തുന്ന എക്സാം ആണെന്നുള്ളതും കൂടി ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് ഇയറിലേക്കുള്ള സ്കോളർഷിപ്പുകളാണത്. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ ഇതുപോലത്തെ എക്സാം വീണ്ടും കണ്ടക്ട് ചെയ്യും. അടുത്തതായിട്ട് നമ്മുടെ ബ്ലെൻഡഡ് ബാച്ച്, ഓൺലൈൻ പ്ലസ്
ഓഫ്ലൈൻ സെഷൻസും മീറ്റിംഗ്സും എക്സാംസും അടങ്ങുന്ന ബ്ലെൻഡഡ് ബാച്ചിലേക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആദ്യത്തെ 30 റാങ്കിൽ വരുന്ന കുട്ടികൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി ബ്ലെൻഡഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. അടുത്ത 30 കുട്ടികൾക്ക് 75%, അത് കഴിഞ്ഞിട്ടുള്ള 30 കുട്ടികൾക്ക് 50%, ആൻഡ് നെക്സ്റ്റ് 30 സ്റ്റുഡൻസിന് 40% സ്കോളർഷിപ്പ് ഉണ്ടാകും. ഇനി സെലക്ഷൻ കിട്ടുന്ന എല്ലാവർക്കും ബ്ലെൻഡഡ് ബാച്ചിലേക്ക് കോഴ്സ് ഫീയുടെ 25% സ്കോളർഷിപ്പ് നിങ്ങൾക്ക് മിനിമം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സെലക്ഷൻ കിട്ടുന്ന എല്ലാവർക്കും 10% ഇന്റഗ്രേറ്റഡ് ബാച്ചിലേക്കും സ്കോളർഷിപ്പ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് അടുത്ത XIQന്റെ ഡീറ്റെയിൽസ്. ഞാൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുന്നു. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് താഴെയുണ്ട്. നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സയൻസ്, മാത്തമാറ്റിക്സ് ഒക്കെ ഇഷ്ടമുള്ള, ഭാവിയിൽ ഇന്ത്യയിലെ നല്ല കോളേജുകളിൽ പോയി പഠിക്കണം എന്ന് സ്വപ്നം കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, രജിസ്റ്റർ ചെയ്യാൻ പറയാം. എക്സാമിന് നിങ്ങൾക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം സെന്ററിൽ പോയിട്ട് എഴുതാം. സോ ഒന്നുകൂടി ഞാൻ റിമൈൻഡ് ചെയ്യാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് മാത്രമേ ഈ XIQ ഇനിയുള്ളൂ. നമുക്ക് OMR ബേസ്ഡ് ആയിട്ട്, പെൻ ആൻഡ് പേപ്പർ ബേസ്ഡ് ആയിട്ട് ഒരു സെന്ററിലും എക്സാം ഉണ്ടായിരിക്കില്ല. കംപ്ലീറ്റ്ലി എന്തായിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് സെന്ററുകളിലായിരിക്കും എക്സാം. അത് കേരളത്തിലെ ഏകദേശം 13 ജില്ലകളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാം സെന്റർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു അപ്രോക്സിമേറ്റ് നിങ്ങളുടെ പ്രിഫേർഡ് ഡിസ്ട്രിക്റ്റ് ആണ് നിങ്ങൾ സെന്റർ ചൂസ് ചെയ്യുമ്പോൾ, രജിസ്റ്റർ ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യേണ്ടത്. എക്സാക്ട് സെന്ററുകളുടെ ലൊക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും ഒരു സെലക്ഷന് വേണ്ടിയിട്ടുള്ള അവസരം ഭാവിയിൽ ഉണ്ടാകും. ചിലപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള ആൾക്ക് കോഴിക്കോടായിരിക്കും അടുത്ത്. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് കോട്ടക്കൽ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളതും കൂടെ ഞാൻ അവസാനം ആഡ് ചെയ്യാണ്. സോ ബാക്കി കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ആൻസർ തരുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.